ഹലോ എവരിവൺ. ഇനി വീട്ടമ്മമാർക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അങ്ങ് അടുത്തെത്തിയില്ലേ? ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്താറുണ്ട് അല്ലേ? ഒന്നാമതായിട്ട് പുതിയ ഡ്രസ്സ് എടുക്കണം, അതുപോലെ തന്നെ അത്തപ്പൂക്കളം ഇടണം, അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പൊ ഇപ്രാവശ്യത്തെ ഈ ഒരു ഓണത്തിന് നമ്മുടെ വീട്ടിലെ സംസാരത്തിൽ കുറച്ച് ഇംഗ്ലീഷ് കൂടി ചേർത്താലോ? അപ്പൊ എങ്ങനെ, നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ 8 ആണ് അല്ലേ? അപ്പൊ 1 മുതൽ 7 വരെയുള്ള 1 to 7 വരെയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതും കൂടി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? എല്ലാവരും നല്ല റെഡി ആയിരിക്കും അല്ലേ? കാരണം ഓണമാണ്. എല്ലാവരും നല്ല ഓണം മൂഡിലായിരിക്കും അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്താണ്, എല്ലാവരും നല്ല അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. പിന്നെന്താണ്, ഷോപ്പിങ്ങിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? പോയി തുടങ്ങിയെന്നല്ല, എല്ലാവരും ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ചില ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നവരും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് എങ്ങനെ സെലക്ട് ചെയ്യുന്നു, അവിടെ എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ പറയുന്നു, ഇതൊക്കെ നമുക്ക് നോക്കിയാലോ. ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ അല്ലേ? ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ് അല്ലേ? അപ്പൊ എങ്ങനെ ചോദിക്കേണ്ടത്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ് അല്ലേ? ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഡ്രസ് കടയിൽ തുണി എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് ഡ്രസ്സുകൾ കാണും അല്ലേ? അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇതെടുക്കുമ്പോൾ തോന്നും അപ്പുറത്തുള്ളതാണ് നല്ലത് തോന്നും. അപ്പൊ ഇപ്പൊ തോന്നും മറ്റേ, നമ്മൾ എടുക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഒരുപാട് പേരുകൾ അവിടെ ആളുകൾ എന്താണ് ഇങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തോന്നും ആ ആളെടുത്താണ് നല്ലത് എന്നുള്ളത് അല്ലേ? അപ്പൊ അതൊന്ന് എടുത്ത് നോക്കും. പിന്നെ അപ്പുറത്തെ ആളെടുക്കണേണ്ട അതൊന്ന് നോക്കും അല്ലേ? അപ്പൊ ഏതും നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതായിരിക്കും, ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് മക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താണ്, നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എങ്ങനെയാ ചോദിക്കുക? ഡു യു ലൈക്ക് ദിസ് ഡ്രസ് അല്ലെ? ഈ ഡ്രസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ചോദിക്കേണ്ടത്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്, ഈ ഡ്രസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ഡു യു ലൈക്ക് ദിസ് വൺ, നിനക്ക് ഇത് ഇഷ്ടമാണോ അല്ലെ? ഡു യു ലൈക്ക് ദിസ് വൺ, വേറൊരെണ്ണം എടുത്തിട്ട് ചോദിക്കും ഡു യു ലൈക്ക് ദിസ് വൺ, നിനക്ക് ഈ ഡ്രസ്സ് ഓക്കെ ആണോ അല്ലെ? ഇത് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കില്ലേ നമ്മള്? ഇതിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ്, ഡു യു ലൈക്ക് ദിസ് വൺ, നിനക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ അല്ലെ? എങ്ങനെ ചോദിക്കേണ്ടത്? നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഈ ഒരെണ്ണം നിനക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദിസ് വൺ അല്ലെ? ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ അല്ലേ? ഇനി ഇത് മതിയോ എന്ന് ചോദിക്കില്ലേ? ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, ഒരു ഡ്രസ്സ് കാണിച്ചെടുത്തിട്ട് ഇത് മതിയോ അല്ലെ? ഒരുപാട് തെരഞ്ഞു മടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് എടുത്തിട്ട് ചോദിക്കുകയാണ് എന്താണ്, ഇത് മതിയോ അല്ലെ? എന്താണ്, ഈ ഡ്രസ്സ് മതിയോ നിനക്ക്? അപ്പൊ എങ്ങനെ ചോദിക്കുക? ഈസ് ദിസ് ഇനഫ് അല്ലെ? ഈസ് ദിസ് ഇനഫ്, ഇത് മതിയോ എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കേണ്ടത്? ഈസ് ദിസ് ഇനഫ് അല്ലെ? ഇത് മതിയോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ് അല്ലെ? ഈ ഡ്രസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദിസ് വൺ, ഈ ഒരെണ്ണം നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെന്താണ്, ഈസ് ദിസ് ഇനഫ്, ഇത് മതിയോ അല്ലെ? ഈ ഡ്രസ് മതിയോ നിനക്ക്? ഓക്കെ അല്ലേ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്? ഇനി അടുത്തായിട്ട് ചോദിക്കുകയാണ്, ഹൗ ഈസ് ദിസ് വൺ, ഇതെങ്ങനെയുണ്ട് അല്ലെ? ഒരു ഡ്രസ്സ് എടുത്തിട്ട് ചോദിക്കുകയാണ്, ഹൗ ഈസ് ദിസ് വൺ, ഇതെങ്ങനെയുണ്ട്, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുക അല്ലെ? ഹൗ ഈസ് ദിസ് വൺ, ഇതെങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എങ്ങനെ ഓക്കെ ആണോ അല്ലെ? എങ്ങനെ ചോദിക്കേണ്ടത്? ഹൗ ഈസ് ദിസ് ഡ്രസ് അല്ലെ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഹൗ ഈസ് ദിസ് ഡ്രസ്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അപ്പൊ എങ്ങനെ ചോദിക്കേണ്ടത്? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ ഈസ് ദിസ് ഡ്രസ് അല്ലെ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെ അല്ലെ? ഹൗ ഈസ് ദിസ് ഡ്രസ്, ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു അല്ലെ? ഈ ഒരു ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. എങ്ങനെ പറയാ ഈ ഒരു ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്നുള്ളതില്? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു അല്ലെ? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു, ഈ ഒരു ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് അല്ലെ? അപ്പൊ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്ന് ഇട്ട് നോക്കും അല്ലെ? ഇട്ട് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ മറ്റുള്ളവർ പറയുന്നതായിരിക്കും എന്താണ്, ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു അല്ലെ? ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ, ഇതന്നെ എടുത്താൽ മതി, അടിപൊളിയാണ് അല്ലെ? അങ്ങനെ പറയില്ലേ? അപ്പൊ എന്താണ് പറയാ? ഈ ഒരു ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ഇത് നിനക്ക് നന്നായി ചേരും എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്ങനെ പറയാ? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു, ഗുഡ് ഓൺ യു അല്ലെ? ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് വളരെ നല്ലതാണ് എന്ന് പറയും അല്ലെ? അപ്പൊ എങ്ങനെ പറയേണ്ടത്? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു അല്ലെ? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു, ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, ഇത് നിനക്ക് നല്ല ഡ്രസ്സാണ് അല്ലെ? ഇത് നല്ലതാണ് എന്ന് പറയും. ഇനി അടുത്ത ഒരെണ്ണം എടുത്ത് വന്നിട്ട് പറയും എന്താണ്, ട്രൈ ദിസ് വൺ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലെ? ഇതൊന്ന് ഇട്ട് നോക്കൂ, പാകാണോ നോക്ക്. ട്രൈ ദിസ് വൺ അല്ലെ? ഇതൊന്ന് നോക്കൂ, ഇതെങ്ങനെയുണ്ടെന്ന് അറിയാലോ അല്ലെ?
അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോഴെന്താണ് ആകെ നിരാശരായിരിക്കും. കാരണം എന്താ ഒന്നും ഫിറ്റ് അല്ല. നമുക്ക് മനസ്സിന് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫിറ്റ് ആയിരിക്കാം അല്ലേ? അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ അതിന് നമുക്ക് ലെങ്ത് ഉണ്ടാവില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്താണ് ട്രൈ ദിസ് വൺ ഇതൊന്ന് ഇട്ട് നോക്ക് അല്ലേ? അല്ലെങ്കിൽ ഇതൊന്ന് നോക്ക് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതൊന്ന് നോക്ക് എന്നുള്ളതിന് എന്ത് പറയും? ട്രൈ ദിസ് വൺ അല്ലേ? ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കൂ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഒന്ന് നോക്കൂ എന്ന് പറയും അല്ലേ? ട്രൈ ദിസ് വൺ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് ഡസ് ഇറ്റ് ഫിറ്റ് വെൽ? ഇത് നന്നായി ഫിറ്റ് ആണോ അല്ലേ? ഇത് ഓക്കെ ആണോ? ഈ ഡ്രസ്സ് ഓക്കെ ആണോ എന്നുള്ളതിന് എങ്ങനെ ചോദിക്കുക? ഡസ് ഇറ്റ് ഫിറ്റ് വെൽ അല്ലേ? ഇത് ഈ ഒരു ഡ്രസ്സ് നിനക്ക് നന്നായി ഫിറ്റ് ആവുന്നുണ്ടോ? അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കും അല്ലേ? നമുക്ക് എന്താ ചിലപ്പോൾ നല്ല ലൂസൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിൽ എന്താണ് അൾട്രേഷനോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് കൊടുക്കേണ്ട ആവശ്യം വരും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ആണോ എന്നുള്ളത് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിലൊരു പണി ആവശ്യമില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുകയാണ് എന്താ ചോദിച്ചത്? ഡസ് ഇറ്റ് ഫിറ്റ് വെൽ? ഇത് നന്നായി ഓക്കെ ആണോ എന്നല്ലേ? എങ്ങനെ ചോദിക്കുന്നത്? ഡസ് ഇറ്റ് ഫിറ്റ് വെൽ? ഇത് നന്നായി ഓക്കെ ആണോ? ഇത് നിനക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്താണ് ഇത് നിനക്ക് ഫിറ്റ് ആണോ എന്നുള്ളത്. ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് എന്താണ് ഇത് കുറച്ച് വലുതാണ് അല്ലേ? ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ഇത് കുറച്ച് വലുതാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണ് ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ഇത് കുറച്ച് വലുതാണ് അല്ലേ? ഇതിന്റെ കുറച്ച് ചെറിയ സൈസ് ഉണ്ടോന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്താണ് ചിലപ്പോൾ അതിന് കൈ ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് ലെങ്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിന് എന്തായിരിക്കും ലൂസ് കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് പറയും? ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ല്ലേ? ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോ എന്ത് പറഞ്ഞു? ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ഇത് കുറച്ച് വലുതാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അടുത്തൊരു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോഴോ ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ ല്ലേ? ഇത് കുറച്ച് ചെറുതാണ്. എന്താണ് ആദ്യത്തെ വലുപ്പം ഏറിയും പോയി. ഇത് കുറച്ച് ചെറുതായും പോയി ല്ലേ? ഇത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എന്താ പറ്റി? ഇറ്റ്സ് എ ലിറ്റിൽ ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ ല്ലേ? ഇതെന്താണ് കുറച്ച് ചെറുതാണ്. ഇത് കുറച്ച് ചെറുതാണ്. ഇത് പോരാ. ഇതിൻ്റെക്കാളും കുറച്ച് നല്ല സൈസ് ഉള്ളത് ല്ലേ? ഇതിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയത് എനിക്ക് തരൂ എന്ന് പറയില്ലേ? അപ്പൊ ഇത് കുറച്ച് ചെറുതാണെന്നുള്ളതിനെ എന്താ പറയാ? ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ ല്ലേ? ഇത് കുറച്ച് ചെറുതാണ് എന്ന് പറയും. ഷാൾ വി ലുക്ക് ഫോർ അനദർ വൺ? അങ്ങനെയാണെങ്കിൽ വേറൊന്ന് നോക്കണോ അല്ലേ? ആദ്യത്തെ ഡ്രസ്സ് ബിഗ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത്താണെങ്കിൽ എന്താണ് സ്മോൾ ആണെന്നും പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഷാൾ വി ലുക്ക് അനദർ വൺ ല്ലേ? നമുക്ക് വേറൊന്ന് നോക്കണോ എന്ന് ചോദിക്കും. ഓക്കെ അപ്പൊ എങ്ങനെ ചോദിക്കാം? ഇനി നമുക്ക് വേറൊരു ഡ്രസ്സ് നോക്കണോ അല്ലെങ്കിൽ വേറൊന്ന് നോക്കണോ എന്നുള്ളത് ഷാൾ വി ലുക്ക് അനദർ വൺ ല്ലേ? നമുക്ക് മറ്റൊന്ന് നോക്കണോ? ഷാൾ വി ലുക്ക് അനദർ വൺ. ഓക്കെ അല്ലേ? ഷാൾ വി ലുക്ക് അനദർ വൺ നമുക്ക് വേറൊന്ന് നോക്കണോ? വിച്ച് കളർ ഡു യു ലൈക്ക്? എന്താണ് നിനക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? കുറേ വലിച്ചു വാരി ഇട്ട് കഴിയുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ? കാരണം എന്താ നമുക്ക് വലിച്ചു വാരിയിട്ട് പോന്നാൽ മതി. അവർക്കത് മടക്കി വെക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ അവര് ചോദിക്കും ചിലപ്പോൾ നമ്മളോട് എന്താണ് ഏത് കളറാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്നല്ലേ? അപ്പോൾ എങ്ങനെ ചോദിക്കുക? വിച്ച് കളർ ഡു യു ലൈക്ക് അല്ലേ? ഒന്നുകിൽ അവർ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ കൂടെ വന്നിട്ടുള്ളവർ ചോദിക്കില്ലേ ഏത് കളർ നിനക്ക് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ചോദിക്കുക? വിച്ച് കളർ ഡു യു ലൈക്ക് അല്ലേ? വിച്ച് കളർ ഡു യു ലൈക്ക് നിനക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിനക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ? വിച്ച് കളർ ഡു യു ലൈക്ക് നിനക്ക് ഏത് നിറമാണ് ഇഷ്ടമുള്ളത്? ഡു യു ലൈക്ക് ദിസ് കളർ നിനക്ക് ഈ കളർ ഇഷ്ടമാണോ? എങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക് ദിസ് കളർ അല്ലേ? നിനക്ക് ഈ കളർ ഇഷ്ടമാണോ എന്ന് ചോദിക്കില്ലേ? ഇപ്പം വേറെ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഡു യു ലൈക്ക് ദിസ് കളർ നിനക്ക് ഈ കളർ ഇഷ്ടമാണോ അല്ലേ? പല പല കളറുകൾ ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് കളർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാ കളറും വാങ്ങാൻ തോന്നും അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് വിച്ച് കളർ ഡു യു ലൈക്ക് അല്ലേ? ഏത് കളറാണ് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? പിന്നെന്താണ് ഡു യു ലൈക്ക് ദിസ് കളർ ഈ കളർ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദിസ് കളർ അല്ലേ? ഈ കളർ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഷാൾ ഐ ടേക്ക് ദിസ് വൺ? എന്താണ് ഞാൻ ഇതെടുക്കട്ടെ അല്ലേ? ഷാൾ ഐ ടേക്ക് ദിസ് വൺ? എന്താണ് അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ടൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ അമ്മമാരെയൊക്കെ നോക്കിയിട്ട് അല്ലേ ചോദിക്കണം എന്താണ് ഷാൾ ഐ ടേക്ക് ദിസ് വൺ അല്ലേ? ഞാനിത് എടുക്കട്ടെ എന്താണ് ചിലപ്പോൾ കുറച്ച് വിലയൊക്കെ കൂടുതലായിരിക്കാം എങ്കിലും അല്ലേ എന്താണ് ഷാൾ ഐ ടേക്ക് ദിസ് വൺ ഞാനിത് എടുത്തോട്ടെ അല്ലേ? ഞാനിത് എടുത്തോട്ടെ എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിക്കേണ്ടത്? ഷാൾ ഐ ടേക്ക് ദിസ് വൺ അല്ലേ? ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കണം? ഷാൾ ഐ ടേക്ക് ദിസ് വൺ അല്ലേ? ഞാനിത് എടുത്തോട്ടെ. ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഇതെന്നെ എടുക്കുക ഇനി വേറൊന്നും തരാൻ പോകണ്ട അല്ലേ? എന്താണ് ലെറ്റ്സ് ടേക്ക് ദിസ് വൺ അല്ലേ? ഇനി ഇതെന്നെ എടുക്കാം ഇനി വേറൊന്നും നോക്കണ്ട എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇതെന്നെ മതി. കുറേ ദിവസമായി തരുന്നു ചിലപ്പോൾ ആദ്യം എടുത്തിട്ട് വന്നിട്ട് രണ്ടാമത് വീണ്ടും എന്താണ് മാറ്റി കൊടുക്കാൻ പോയതാവും എന്നിട്ടാവും സെലക്ട് ചെയ്യുന്നത് മുഴുവൻ അല്ലേ? അപ്പോൾ എന്ത് പറയും? സെലക്ട് ചെയ്ത് മടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇനി എന്ത് പറയും? ഇത് മതി അല്ലേ? ഇനി ഇത് മതി എന്ന് പറയും. അപ്പോൾ എങ്ങനെ പറയേണ്ടത്? ലെറ്റ്സ് ടേക്ക് ദിസ് വൺ അല്ലേ? ഇനി ഇത് തന്നെ എടുക്കാം എന്ന് പറയും. എങ്ങനെ പറയേണ്ടത്? ലെറ്റ്സ് ടേക്ക്
ദിസ് വൺ, ഇത് തന്നെ എടുക്കാം, ഇത് മതി, ഇത് എടുക്കാം എന്ന് പറയും. ദിസ് ഈസ് മൈ ന്യൂ ഓണം ഡ്രസ്, ഹൗ ഇസ് ഇറ്റ്, ഡു യു ലൈക്ക് ഇറ്റ്? അല്ലേ, എന്താണ്, ഇതെൻ്റെ പുതിയ ഓണം ഡ്രസ്സാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടത് അല്ലേ, ചോദിക്കാറില്ലേ. ദിസ് ഈസ് മൈ ന്യൂ ഓണം ഡ്രസ് അല്ലേ, ഇതെൻ്റെ പുതിയ ഓണം ഡ്രസ്സാണ് അല്ലേ. ഇതെൻ്റെ പുതിയ ഓണം ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് എന്താണ്, അങ്ങനെയല്ലേ, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അതൊന്ന് ഇട്ട് നോക്കിയില്ലെങ്കിൽ, ഇട്ട് നോക്കി മാത്രമല്ല എല്ലാവരും ഒന്ന് കാണിച്ചെടുക്കണം അല്ലേ. അങ്ങനെ കാണിച്ചെടുക്കാൻ വേണ്ടി നമ്മളത് ഇടും അല്ലേ. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചോദിക്കും, ദിസ് ഈസ് മൈ ന്യൂ ഓണം ഡ്രസ് അല്ലേ, ഇതെൻ്റെ പുതിയ ഓണം ഡ്രസ്സാണ്. ഹൗ ഈസ് ഇറ്റ്, ഇതെങ്ങനെയുണ്ട്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ അല്ലേ, ചോദിക്കില്ലേ. ഹൗ ഈസ് ഇറ്റ്, ഇതെങ്ങനെയുണ്ട്. ഡു യു ലൈക്ക് ഇറ്റ്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ അല്ലേ. ഡു യു ലൈക്ക് ഇറ്റ്, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ. റിയലി ദിസ് ഈസ് മൈ ന്യൂ ഓണം ഡ്രസ്, ഡു യു ലൈക്ക് ഇറ്റ്. ഹൗ ഡസ് ഇറ്റ് ലുക്ക്, ഇത് കാണാൻ എങ്ങനെയുണ്ട്, നല്ലതാണോ അല്ലേ. ഹൗ ഡസ് ഇറ്റ് ലുക്ക്, ഇത് കാണാൻ എങ്ങനെയുണ്ട് ചോദിക്കാറില്ലേ. ഹൗ ഡസ് ഇറ്റ് ലുക്ക് അല്ലേ, ഇത് കാണാൻ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. ഹൗ ഡസ് ഇറ്റ് ലുക്ക് അല്ലേ, ഇതെങ്ങനെയുണ്ട്, കാണാൻ എങ്ങനെയുണ്ട് അല്ലേ. ഡു യു ലൈക്ക് ഇറ്റ്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ അല്ലേ, എങ്ങനെയുണ്ടത്. ഡു യു ലൈക്ക് ഇറ്റ്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ. എങ്ങനെ ചോദിക്കേണ്ടത്, ഡു യു ലൈക്ക് ഇറ്റ് അല്ലേ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അല്ലേ, എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അല്ലേ, എനിക്ക് എന്താണ്, ഈ ഡ്രസ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അല്ലേ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഐ റിയലി ലൈക്ക് ഇറ്റ് അല്ലേ, എനിക്കിത് ശരിക്കും ഇഷ്ടമാണല്ലേ, ഞാൻ വെറുതെ പറയണമെന്നല്ല. ഐ റിയലി ലൈക്ക് ഇറ്റ്, എനിക്കിത് ശരിക്കും ഇഷ്ടമാണല്ലേ. ഈ ഡ്രസ്സ് എനിക്ക് എന്താണ്, ഐ റിയലി ലൈക്ക് ഇറ്റ്, ഇതെനിക്ക് ശരിക്കും ഇഷ്ടമാണ് എന്ന് പറയില്ലേ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ ലവ് ഇറ്റ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ഇറ്റ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് പല രീതിയിലുള്ള സെന്റൻസുകളാണ് നമ്മളിത് പറഞ്ഞിട്ട്. ഐ ലവ് ഇറ്റ് എന്താണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ. ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാം അല്ലേ. അപ്പൊ അതാണ് നമ്മൾ നോക്കിയത്. ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം, നിങ്ങൾക്ക് ഓണക്കോടി എടുത്തോ അല്ലേ. എൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സ് എടുത്തു, അതിട്ട് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരോടും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്താണ്, എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ, പോരാ അല്ലേ. ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം, നിങ്ങൾക്ക് ഓണക്കോടി എടുത്തോ അല്ലേ, ഓണത്തിന് പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ. ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം അല്ലേ, ഓണത്തിന് വേണ്ടി നിങ്ങൾ പുതിയ ഡ്രസ്സ് എടുത്തോ. ഇങ്ങനെ ചോദിക്കും, ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം അല്ലേ. ഇനി ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ നമുക്കിത് ചോദിക്കാം. എങ്ങനെ ചോദിക്കണ്ടേ, ഹാവ് യു ബോട്ട് യുവർ ഓണം ഡ്രസ് അല്ലേ, നിങ്ങൾക്ക് ഓണക്കോടി എടുത്തു. ഹാവ് യു ബോട്ട് യുവർ ഓണം ഡ്രസ്, എന്താ വ്യത്യാസം എന്താണ്, മറ്റേ ഡിഡ് പറഞ്ഞു, അപ്പൊ എന്താണ് പിന്നീട് അതിന്റെ പിന്നെ വേർബിൽ പ്രസന്റ് യൂസ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ എന്താണ്, ഡിഡ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഹാവ് യു ബോട്ട് എ ന്യൂ ഡ്രസ് ഫോർ ഓണം അല്ലേ. ഹാവ് യു ബോട്ട് എ ന്യൂ ഡ്രസ് ഫോർ ഓണം, ഓണത്തിന് വേണ്ടി നിങ്ങൾക്ക് പുതിയ ഡ്രസ്സ് എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് പുതിയ ഡ്രസ്സ് എടുത്തോ. എങ്ങനെ ചോദിക്കും, ഹാവ് യു ബോട്ട് എ ന്യൂ ഡ്രസ് ഫോർ ഓണം. ഇതിൽ ഏതാണോ യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം അല്ലേ, നിങ്ങൾക്ക് ഓണത്തിന് പുതിയ ഡ്രസ്സ് എടുത്തോ. ഓക്കെ അല്ലേ, ശരിക്കും എടുത്തോ, എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ നിങ്ങളൊക്കെ. ഇഫ് ഹാവ് യു ബോട്ട് ഇറ്റ് ബൈ ഇറ്റ് നൗ, ഇനിയും എടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, ഉടനെ തന്നെ എടുത്തോളൂ അല്ലേ. ഇഫ് യു ഹാവിൻറ്റ് ബോട്ട് ഇറ്റ് ഏറ്റില്ലേ, നിങ്ങൾ ഇതുവരെയും ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഇറ്റ് നൗ, ഇപ്പൊ തന്നെ എടുത്തോളൂ അല്ലേ. തിരക്കാണ്, ഇനി എന്താണ് സെലക്ഷനൊക്കെ കുറഞ്ഞു പോകും. അപ്പൊ എന്താ പറഞ്ഞത്, ഇഫ് യു ഹാവിൻറ്റ് ബോട്ട് ഇഫ് യു ഹാവിൻ ബോട്ട് ഇറ്റ് ഏറ്റ് അല്ലേ. ഇഫ് യു ഹാവിൻ ബോട്ട് ഇറ്റ് ഏറ്റ്, നിങ്ങൾ ഇതുവരെയും എടുത്തിട്ടില്ലെങ്കിൽ ബൈ ഇറ്റ് സൂൺ, പെട്ടെന്ന് തന്നെ എടുത്തോളൂ. അപ്പോൾ ഓണത്തിന് ഷോപ്പിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓണം ഡ്രസ്സ് എടുക്കുമ്പോൾ എന്തെല്ലാം പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളത് ഓക്കെ അല്ലേ. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പൂക്കളം ഇടുന്നത്, പൂക്കളം ഇടുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പറയും, എന്തെല്ലാം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഓക്കെ അല്ലേ. ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ്, പൂക്കളെല്ലാം കൊണ്ടുവന്നോ അല്ലേ. പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ അല്ലേ, അത്തപ്പൂക്കള മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആയിരിക്കില്ലേ, പൂക്കളെല്ലാം കൊണ്ടുവന്നോ എന്ന കാര്യത്തിലൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുക, ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ്, പൂക്കളെല്ലാം കൊണ്ടുവന്നോ അല്ലേ. ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ് അല്ലേ, എല്ലാ പൂക്കളും കൊണ്ടുവന്നിട്ടുണ്ടോ. എങ്ങനെ ചോദിക്കുക, ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ് അല്ലേ, പൂക്കളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ. പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ, ഈ പൂക്കൾ ഇവിടെ വെക്കൂ അല്ലേ. പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ എന്ന് പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ ഇവിടെ വെക്കൂ കേട്ടോ അല്ലെ. എന്താണ്, പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലേ, ഈ പൂക്കളൊക്കെ ഇവിടെ വെക്കൂ. അപ്പൊ പല കളറിലുള്ള പൂക്കളും പല സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് എന്താണ് ഈസി ആയിരിക്കും അത് എടുക്കാനായിട്ട് അല്ലേ. അപ്പൊ എന്താണ്, ഈ പൂക്കളൊക്കെ ഇവിടെ വെക്കൂ എന്നുള്ളത് എങ്ങനെ പറയാ, പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലെ. പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ, ഈ പൂക്കളൊക്കെ ഇവിടെ വെക്കൂ. പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലെ, ഇവിടെ വെക്കൂ എന്ന് പറയുന്നു. ഓക്കെ, ലെറ്റ്സ് സോർട്ട് ദി
ഫ്ലവേഴ്സ് ഫസ്റ്റ് അല്ലേ, ലെറ്റ് സോർട്ട് ദി ഫ്ലവേഴ്സ് ഫസ്റ്റ്. സോർട്ട് എന്താണ്, ഈ പൂക്കളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം എന്ന് പറയും. എന്താണ് സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് പൂക്കളുടെ കളറ്, അതേപോലെ തന്നെ സൈസ്, ഇതിനനുസരിച്ചൊക്കെ എന്താണ് തരംതിരിച്ച് മാറ്റി വെക്കുന്നതിനെയാണ് സോർട്ട് ചെയ്യുക എന്ന് പറയാം. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, ലെറ്റ് സോർട്ട് ദി ഫ്ലവേഴ്സ് ഫസ്റ്റ് അല്ലേ. അപ്പം എന്താണ്, ആദ്യം തന്നെ നമുക്ക് പൂക്കളെയൊക്കെ ഒന്ന് തരംതിരിച്ച് മാറ്റി വെക്കാം അല്ലേ. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ ഈസി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പൂക്കൾ, കറക്റ്റ് സൈസുള്ള പൂക്കളൊക്കെ തിരഞ്ഞെടുക്കാൻ അല്ലേ. അപ്പോൾ എന്താ പറയണത്, ലെറ്റ് സോർട്ട് ദി ഫ്ലവേഴ്സ് ഫസ്റ്റ് അല്ലേ. ആദ്യം തന്നെ നമുക്ക് പൂക്കളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ. സോർട്ട് എന്ന് പറഞ്ഞാൽ തരംതിരിച്ച് മാറ്റി വെക്കുക, അതിനെയാണ് കേട്ടോ പറയുന്നത്. പുട്ട് ദ റെഡ് ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ് അല്ലേ. ആ ചുവന്ന പൂക്കളൊക്കെ എന്താണ് ഒരു സൈഡിലേക്ക് വെക്കില്ലേ. ചുവന്ന പൂക്കൾ എല്ലാതും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു സൈഡിലേക്ക് വെക്കൂ. ചുവന്ന പൂക്കൾ എല്ലാതും എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കൂ എന്നുള്ളതിന് എങ്ങനെ പറയും, പുട്ട് ദ റെഡ് ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ് അല്ലേ. പുട്ട് ദ റെഡ് ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ് അല്ലേ. ചുവന്ന പൂക്കളൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കൂ. പുട്ട് ദ ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ്. ഓക്കെ അല്ലേ. പുട്ട് ദ റെഡ് ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ് അല്ലേ. ഏതെങ്കിലും ഫ്ലവർ അല്ലേ എടുത്ത് വെക്കാൻ പറഞ്ഞത്, പുട്ട് ദ റെഡ് ഫ്ലവേഴ്സ് ഓൺ വൺ സൈഡ് അല്ലേ. ചുവന്ന പൂക്കളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കൂ. അങ്ങനെയാണെങ്കിൽ എന്താ, വൈറ്റ് പൂക്കൾ ഉണ്ടായിരിക്കില്ലേ, വൈറ്റ് പൂക്കളിനൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെ പല കളറിലുള്ളതും നമുക്ക് മാറ്റി വെക്കുക എന്ന് പറയാം. പക്ഷെ കളറിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. വേറെ ആർ ദ യെല്ലോ ഫ്ലവേഴ്സ്, മഞ്ഞപ്പൂക്കൾ എവിടെയാണ് അല്ലേ. മഞ്ഞപ്പൂക്കളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. വേറെ ആർ ദ യെല്ലോ ഫ്ലവേഴ്സ്, മഞ്ഞപ്പൂക്കൾ എവിടെയാണ് വെച്ചിട്ടുള്ളത്, മഞ്ഞപ്പൂക്കൾ എവിടെയാണ്. വേറെ ആർ ദി യെല്ലോ ഫ്ലവേഴ്സ് അല്ലേ, മഞ്ഞപ്പൂക്കൾ എവിടെയാണ്. ഇനി മഞ്ഞപ്പൂക്കൾ മാത്രമല്ല, വേറെ ആർ റെഡ് ഫ്ലവേഴ്സ് അല്ലേ, വെള്ളപ്പൂക്കൾ എവിടെയാണ്, സോറി, വേറെ ആർ റെഡ് ഫ്ലവേഴ്സ് അല്ലേ, ചുവന്ന പൂക്കൾ എവിടെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ്, വൈറ്റ് ഫ്ലവേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. എങ്ങനെ വേണേലും ചോദിക്കാം അല്ലേ. ചോദ്യം എന്തായിരിക്കണം, എങ്ങനെ ചോദിക്കേണ്ടത്, വേർ ആർ ദി യെല്ലോ ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ വേർ ആർ ദി റെഡ് ഫ്ലവേഴ്സ്, വേർ ആർ ദി വൈറ്റ് ഫ്ലവേഴ്സ്, വേർ ആർ ദി പിങ്ക് ഫ്ലവേഴ്സ് അല്ലേ. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. എവിടെയാണ് പൂക്കൾ അല്ലേ, ഇന്ന നിറത്തിലുള്ള പൂക്കൾ എവിടെയാണ്. വി നീഡ് സം മോർ ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് കുറച്ചും കൂടി പൂക്കൾ വേണം. എന്താണ്, ഇത് തികയില്ല അല്ലേ. വി നീഡ് സം മോർ ഫ്ലവേഴ്സ്, നമുക്ക് കുറച്ചുകൂടി പൂക്കൾ വേണം. നമുക്കറിയാം, നമുക്ക് പുറത്തെവിടേക്കും പോകുന്ന സമയത്ത് വഴിയോരത്ത് റോഡ് സൈഡിൽ എന്താണ് പല വെറൈറ്റി ഐറ്റംസ് പൂക്കൾ ഉണ്ടായിരിക്കും. പല പല കളറിലും പല തരത്തിലുമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കെല്ലാം കാണുമ്പോൾ വാങ്ങാൻ തോന്നും. പക്ഷെ എന്താണ്, നല്ല റേറ്റ് കൊടുക്കേണ്ടി വരില്ലേ. പിന്നെന്താണ്, കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ വാങ്ങിയല്ലേ പറ്റുള്ളൂ. വീട്ടിലാണെങ്കിൽ നമുക്ക് അടുത്തുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതൊക്കെ പറിച്ചുകൊണ്ട് ഇട്ടാൽ മതി. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഇത്ര ഫ്ലവേഴ്സ് ഒന്നും പോരല്ലോ. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ആവശ്യമുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, വി നീഡ് സം മോർ ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് കുറച്ചുകൂടി പൂക്കൾ വേണം. ഇത് കുറച്ചേ ഉള്ളൂ അല്ലേ. വി നീഡ് സം മോർ ഫ്ലവേഴ്സ്, നമുക്ക് കുറച്ചും കൂടി പൂക്കൾ വേണം. എന്താണ്, വി നീഡ് സം മോർ ഫ്ലവേഴ്സ്, നമുക്ക് കുറച്ചും കൂടി പൂക്കൾ ആവശ്യമുണ്ട്. ലീവ് സം സ്പേസ് ഹിയർ അല്ലേ, ഇവിടെ കുറച്ച് സ്ഥലം വിടും. എന്താണ്, ലീവ് സം സ്പേസ് ഹിയർ അല്ലേ, ഇവിടെ കുറച്ച് സ്പേസ് വിടും, കുറച്ച് സ്ഥലം വിടും എന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ പൂക്കള മത്സരമൊക്കെ നടത്തുമ്പോൾ എന്താണ്, നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യും, വരയ്ക്കും അല്ലേ. വരച്ച് കഴിഞ്ഞിട്ട് പൂക്കളം ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഡിസൈനിൽ അവർ വരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ വരച്ചിട്ട് ആ വരച്ചതിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കുമല്ലോ പൂക്കൾ ഇടുന്നുണ്ടാവുക. അപ്പോൾ ചില സ്ഥലത്ത് എന്താണ്, ലീവ് സം സ്പേസ് ഹിയർ, ഇവിടെ കുറച്ച് സ്ഥലം വിടും. എന്താണ്, ഇവിടെ വേറെ ഏതെങ്കിലും ഫ്ലവർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ട്, വേറെ ഏതെങ്കിലും കളർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് സ്ഥലം വിടുക എന്നുള്ളതിന് എന്താ പറയുക, ലീവ് സം സ്പേസ് ഹിയർ അല്ലേ, ഇവിടെ കുറച്ച് സ്ഥലം വിടും അല്ലേ. ഇവിടെ എന്താണ്, നമുക്ക് വേറെ ഏതെങ്കിലും കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടാം അല്ലേ എന്ന് പറയും. എന്താണ്, ലീവ് സം സ്പേസ് ഹിയർ, ഇവിടെ കുറച്ച് സ്ഥലം വിടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലീവ് സം സ്പേസ് ഹിയർ. അറേഞ്ച് ദ ഫ്ലവേഴ്സ് നൈസ്ലി, എന്താണ്, പൂക്കൾ നന്നായി അറേഞ്ച് ചെയ്യും അല്ലേ. അറേഞ്ച് ദ ഫ്ലവേഴ്സ് നൈസ്ലി അല്ലേ. ഇപ്പോൾ ചില ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവും, എന്താ അതിൻ്റെ ഞെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ തരംതിരിച്ച് എന്താണ്, നന്നായിട്ട് എല്ലാം വേർതിരിച്ച് മാറ്റുക. അപ്പോൾ അതോടൊക്കെ ഇടുമ്പോൾ എന്താണ്, വൃത്തികേടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോൾ എന്താണ്, അറേഞ്ച് ദ ഫ്ലവേഴ്സ് നൈസ്ലി അല്ലേ, പൂക്കൾ എന്താണ് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക എന്ന് പറയും. അറേഞ്ച് ദ ഫ്ലവേഴ്സ് നൈസ്ലി. ഡസ് ദിസ് ലുക്ക് ഗുഡ്, ഇത് നന്നായിട്ടുണ്ടോ അല്ലേ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചോദിക്കില്ലേ, എന്താണ് ചോദിക്കുക, ഇത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെ നന്നായിട്ടുണ്ടോ എന്നുള്ളതിന് ചോദിക്കുക, ഡസ് ദിസ് ലുക്ക് ഗുഡ് എന്നുള്ളതില്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കേണ്ടത്, ഡസ് ദിസ് ലുക്ക് ഗുഡ്, ഇത് നന്നായിട്ടുണ്ടോ, ഡസ് ദിസ് ലുക്ക് ഗുഡ് അല്ലേ, ഇത് നന്നായിട്ടുണ്ടോ, എങ്ങനെയുണ്ട് അല്ലേ, ഞങ്ങൾ ഇട്ട ഈ പൂക്കളം എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ, ഡസ് ദിസ് ലുക്ക് ഗുഡ് അല്ലേ, ഇത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കും. ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നാക്കാം അല്ലേ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം. ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ, കുറച്ചുകൂടി നമുക്കൊന്ന് മനോഹരമാക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാം എന്ന് പറയും അല്ലേ. ചിലപ്പോൾ എന്താണ്,
ചിലപ്പോൾ അടിയൊക്കെ കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ ആ താഴ്ഭാഗം ഒന്നും കാണാതെ കുറച്ച് കട്ടിയിലൊക്കെ ഫ്ലവേഴ്സ് ഇട്ട് നമ്മളൊന്നും കൂടി അതിനൊന്ന് മോടി പിടിപ്പിക്കില്ലേ, അപ്പോൾ അതിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാം എന്നുള്ളതിനെ എങ്ങനെ പറയും, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ. എങ്ങനെ പറയണം, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇടട്ടെ അല്ലെ. എന്താണ്, ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇടട്ടെ അല്ലെ. അപ്പോൾ കുറച്ച് അധികം ഫ്ലവർ ചിലപ്പോൾ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, അത് കയ്യിലെടുത്തിട്ട് നമ്മൾ ചോദിക്കുക എന്താണ്, ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലേ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇടട്ടെ അല്ലേ. ഇപ്പോൾ ചിലർക്ക് പല ഐഡിയകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ എന്താണ്, ഈ ഫ്ലവർ ഇവിടെ വെച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചാൽ നന്നായിരിക്കും. പക്ഷെ നമുക്ക് ചോദിക്കണമല്ലോ മറ്റുള്ളവരോട്. അപ്പോൾ എന്താണ്, ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലേ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇട്ടോട്ടെ. ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ അല്ലേ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇടട്ടെ. എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കില്ലേ. ക്യാൻ ഐ പുട്ട് ദീസ് ഫ്ലവേഴ്സ് ഹിയർ, ഞാൻ ഈ പൂക്കൾ ഇവിടെ ഇട്ടോട്ടെ അല്ലേ. യെസ്, പുട്ട് ദം ഹിയർ അല്ലേ, ഇട്ടോളൂ ഇട്ടോളൂ അല്ലേ. ഇവിടെ ഇട്ടോളൂ, ഇവിടെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു ഈ പൂക്കളില്ലേ. അപ്പൊ എന്താണ്, യെസ് പുട്ട് ദിസ് ഹിയർ അല്ലേ, ഇവിടെ ഇട്ടോളൂ എന്ന് പറയും. എങ്ങനെ പറയും, യെസ് പുട്ട് ദം ഹിയർ അല്ലേ, അത് ഇവിടെ ഇട്ടോളൂ എന്ന് പറയില്ലേ. യെസ് പുട്ട് ദം ഹിയർ അല്ലേ, ആ പൂക്കൾ എന്താണ് ഇവിടെ ഇട്ടോളൂ. എന്താണ്, ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നൈസ് ആയിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, യെസ് പുട്ട് ദം ഹിയർ അല്ലേ, ആ പൂക്കൾ അവ എന്താണ് ഇവിടെ ഇട്ടോളൂ എന്ന് പറയും. ഓക്കെ, എങ്ങനെ പറയേണ്ടത്, എങ്ങനെ പറയാ, പുട്ട് ദം ഹിയർ അല്ലേ. ഓക്കെ, യെസ് പുട്ട് ദം ഹിയർ അല്ലേ, ഇവിടെ ഇട്ടോളൂ. ശരി, ഇതിവിടെ ഇട്ടോളൂ എന്ന് പറയും. ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ്, വെള്ളപ്പൂക്കൾ കൂടി കുറച്ച് ചേർക്കണോ അല്ലേ. ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് കുറച്ച് വെള്ളപ്പൂക്കൾ കൂടി നമുക്കിവിടെ ഇടണോ എന്ന് ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദിക്കേണ്ടത്, ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് കുറച്ച് വെള്ളപ്പൂക്കൾ കൂടി ഇവിടെ ആഡ് ചെയ്യണോ അല്ലേ, കുറച്ചും കൂടി കൂട്ടിച്ചേർക്കണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇടണോ എന്ന് ചോദിക്കും അല്ലേ. അപ്പൊ എന്താണ്, എവിടെയെങ്കിലും ഒരു ഫിനിഷിങ് ഇങ്ങനെ കുറവുണ്ടായിരിക്കില്ലേ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, കുറച്ച് വെള്ളപ്പൂക്കളും കൂടി ഇവിടെ ഇട്ടാലോ, എങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, എങ്ങനെ ചോദിക്കാം നമുക്ക്, ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ, ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് കുറച്ച് വെള്ളപ്പൂക്കൾ ഇവിടെ ചേർക്കണോ. ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ്, നമുക്കിവിടെ കുറച്ച് വെള്ളപ്പൂക്കൾ ചേർക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ചേർക്കണോ എന്ന് ചോദിക്കാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ചേർത്താലോ എന്നൊക്കെ പറയില്ലേ. ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി, എന്താണ്, പൂക്കളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലേ. ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി, എന്താണ്, ഏകദേശം പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കില്ലേ, എന്താണ്, നമ്മളത് നന്നായോ, അതോ അപ്പുറത്തുള്ളവർ ഇതിനേക്കാൾ കൂടുതൽ ഭംഗി ആയിട്ടുണ്ടായിരിക്കോ, അല്ലെങ്കിൽ അവരുടെ എന്താണ് തീമൊക്കെ വേറെ ആയിരിക്കോ, പല ടെൻഷനായിരിക്കില്ലേ. അപ്പൊ ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി അല്ലേ, എന്താണ്, ഏകദേശം പൂക്കളൊക്കെ എന്താണ് റെഡി ആയിട്ടുണ്ട് അല്ലേ. ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. എങ്ങനെ പറയും, ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി അല്ലേ, പൂക്കൾ എന്താണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലെറ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഹാവ് എ ലുക്ക് അല്ലേ, നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോയി നിന്നിട്ട് നോക്കിയാലോ. ലെറ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഹാവ് എ ലുക്ക് അല്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓക്കെ ആണ് അല്ലേ. നമുക്ക് കുറച്ച് ബാക്കിലേക്ക് പോയി നിന്ന് നോക്കിയാലോ, എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാലോ അല്ലേ. അപ്പൊ എന്താണ് ഈ പറയേണ്ടത്, ലെറ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഹാവ് എ ലുക്ക് അല്ലേ, കുറച്ച് ബാക്കിലേക്ക് മാറി നിന്ന് നോക്കിയാലോ അല്ലെ. ലെറ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഹാവ് എ ലുക്ക് അല്ലെ, കുറച്ച് ബാക്കിലേക്ക് മാറി നിന്ന് നമുക്കൊന്ന് നോക്കിയാലോ, ഭംഗിയുണ്ടോ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊന്ന് നോക്കാലോ അല്ലെ. അപ്പൊ എന്താണ്, ലെറ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഹാവ് എ ലുക്ക്. വൗ, ഇറ്റ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ, എന്താണ്, ഇത് കാണുന്ന പോലെ ഒന്നും അല്ല, എന്താണ്, അതിമനോഹരമായിട്ടുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് ബാക്കിലേക്ക് സ്റ്റെപ്പ് ഒന്ന് ബാക്കിലേക്ക് മാറി നിന്നൊന്ന് നോക്കിയപ്പോൾ എന്താണ്, എന്താണ്, ഇറ്റ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ അല്ലേ, അതിമനോഹരമായിട്ടുണ്ട്, കാണുന്ന പോലെ ഒന്നും അല്ല അല്ലെ. ഇട്ടപ്പുള്ള ടെൻഷൻ അടിച്ച പോലെ ഒന്നും അല്ല, എന്താണ്, എന്താണ്, ഇറ്റ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ അല്ലേ, ഇത് വളരെ വളരെ എന്താണ് ഭംഗിയുണ്ട് അല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു, അതായത് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞതിന് ശേഷം പൂക്കൾ ഇടുന്നതും പറഞ്ഞു അല്ലെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്, ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. പൂക്കളം ഇടുക എന്നുള്ള, ഓണം ആഘോഷിക്കുന്ന ഏതൊരാളുകളും എന്താണ് പൂക്കളം ഇടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഡ്രസ്സും എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഈ പൂക്കളം ഇടുന്നതും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഡ്രസ്സ് എടുക്കുന്നതും മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ സദ്യ ഉണ്ടാക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ വീട് ഒക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ പറയാം. ഈ വീഡിയോ തന്നെ ഒരുപാട് വൈകിപ്പോയി എന്നൊക്കെ അറിയാം, എങ്കിലും അപ്പം ഇനി എങ്ങനെ, പ്രാക്ടീസ് ടൈം അല്ലേ, പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങളും ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഡു യു ലൈക്ക് ദിസ് ഡ്രസ്, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ. ഡു യു ലൈക്ക് ദിസ് ഡ്രസ്, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ. ഡു യു ലൈക്ക് ദിസ് വൺ, ഈ ഒരെണ്ണം നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കില്ലേ. അപ്പം എന്താണ്, ഡു യു ലൈക്ക് ദിസ് ഡ്രസ്, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ. ഡു യു ലൈക്ക് ദിസ് വൺ, ഈ ഒരെണ്ണം നിനക്ക് ഇഷ്ടപ്പെട്ടോ. ഹൗ ഈസ് ദിസ് വൺ, ഇതെങ്ങനെയുണ്ട് അല്ലേ. ഹൗ ഈസ് ദിസ് വൺ, ഈ ഒരെണ്ണം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ. ഹൗ ഈസ് ദിസ് വൺ,
ഈസ് ദിസ് ഇനഫ് ഇത് മതിയോ അല്ലെ? ഈസ് ദിസ് ഇനഫ് ഇത് മതിയോ? ഇങ്ങനെ ചോദിക്കുക. ഈസ് ദിസ് ഇനഫ് ഇത് മതിയോ? ഹൗ ഈസ് ദിസ് വൺ ഇതെങ്ങനെയുണ്ട് അല്ലെ? ഹൗ ഈസ് ദിസ് വൺ ഇതെങ്ങനെയുണ്ട്? ഹൗ ഈസ് ദിസ് വൺ ഇത് എങ്ങനെയുണ്ട്? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു അല്ലേ? ഇത് നിനക്ക് നന്നായി ചേരും അല്ലേ? ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു ഇത് നിനക്ക് നന്നായിട്ടുണ്ട്. എന്താണ് ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു ഇത് നിനക്ക് നന്നായി ചേരും. ദിസ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു. ട്രൈ ദിസ് വൺ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലേ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ട്രൈ ദിസ് വൺ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ട്രൈ ദിസ് വൺ. ഡസ് ഇറ്റ് ഫിറ്റ് വെൽ ഇത് നിനക്ക് നന്നായി ഫിറ്റ് ആണോ? ഡസ് ഇറ്റ് ഫിറ്റ് വെൽ എന്താണ് ഇത് നിനക്ക് നന്നായി ഫിറ്റ് ആണോ? ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് ഇത് കുറച്ച് വലുതാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വലുതാണ്. ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ ഇത് കുറച്ച് ചെറുതാണ്. ഇറ്റ്സ് എ ലിറ്റിൽ സ്മോൾ എന്ന് പറഞ്ഞാലോ ഇത് കുറച്ച് ചെറുതാണ്. ഷാൾ വി ലുക്ക് ഫോർ അനദർ വൺ നമുക്ക് വേറൊന്ന് നോക്കണോ? ഷാൾ വി ലുക്ക് ഫോർ അനദർ വൺ അല്ലേ? നമുക്ക് വേറൊരെണ്ണം നോക്കണോ? വിച്ച് കളർ ഡു യു ലൈക്ക് നിനക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത്? വിച്ച് കളർ ഡു യു ലൈക്ക് അല്ലേ? നിനക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത്? വിച്ച് കളർ ഡു യു ലൈക്ക് നിനക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത്? ഡു യു ലൈക്ക് ദിസ് കളർ ഡു യു ലൈക്ക് ദിസ് കളർ നിനക്ക് ഈ കളർ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദിസ് കളർ അല്ലേ? ഈ കളർ നിനക്ക് ഇഷ്ടമാണോ? ഷാൾ ഐ ടേക്ക് ദിസ് വൺ ഞാൻ ഇതെടുക്കട്ടെ അല്ലേ? ഷാൾ ഐ ടേക്ക് ദിസ് വൺ ഞാൻ നിനക്ക് ഇതെടുത്താലോ അല്ലേ? ഞാൻ ഇതെടുക്കട്ടെ. ഷാൾ ഐ ടേക്ക് ദിസ് വൺ അല്ലേ? ഞാൻ ഇതെടുത്തോട്ടെ എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ എന്താണ് ഷാൾ ഐ ടേക്ക് ദിസ് വൺ ഞാൻ ഇതെടുത്തോട്ടെ അല്ലേ? ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഇതന്നെ എടുക്കാം അല്ലേ? ലെറ്റ്സ് ടേക്ക് ദിസ് വൺ ഇതന്നെ എടുക്കാം. ദിസ് ഇസ് മൈ ന്യൂ ഓണം ഡ്രസ് ഇതെന്റെ പുതിയ ഓണം ഡ്രസ് ആണ് അല്ലേ? ദിസ് ഇസ് മൈ ന്യൂ ഓണം ഡ്രസ് ഇതെന്റെ പുതിയ ഓണം ഡ്രസ് ആണ്. ഹൗ ഈസ് ഇറ്റ് ഇതെങ്ങനെയുണ്ട്? ഹൗ ഈസ് ഇറ്റ് ഇതെങ്ങനെയുണ്ട്? ഡു യു ലൈക്ക് ഇറ്റ് അല്ലേ? ഡു യു ലൈക്ക് ദിസ് എന്താണ് നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദിസ് നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഹൗ ഈസ് ഇറ്റ് ലുക്ക് ഇത് കാണാൻ എങ്ങനെയുണ്ട്? ഹൗ ഈസ് ഇറ്റ് ലുക്ക് അല്ലേ? ഇത് കാണാൻ എങ്ങനെയുണ്ട്? ഐ റിയലി ലൈക്ക് ഇറ്റ് എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഐ റിയലി ലൈക്ക് ഇറ്റ് എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം നിങ്ങൾക്ക് ഓണക്കോടി എടുത്തോ അല്ലേ? ഓണക്ക് ആയല്ലോ നിങ്ങൾക്ക് ഓണക്കോടിയൊക്കെ എടുത്തോ? ഡിഡ് യു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഓണം നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തോ? ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്കിത് കേട്ട് കേട്ട് മനസ്സിൽ അത് പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് ഞാൻ വായിച്ചിരുന്നു. ഞാൻ വേർഡ്സ് പറഞ്ഞപ്പോൾ അല്ലേ ഞാനത് അവിടെ എഴുതിയിട്ടും കാണിച്ചില്ല. കുറച്ച് സ്പീഡായി പോയി തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്പീഡ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് വഴി അറിയിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് നേരിട്ട് കണ്ട് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ് അല്ലേ? പൂക്കൾ എല്ലാതും കൊണ്ടുവന്നോ? ഡിഡ് യു ബ്രിങ് ഓൾ ദ ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാൽ പൂക്കൾ എല്ലാതും കൊണ്ടുവന്നോ? വി നീഡ് സം മോർ ഫ്ലവേഴ്സ് നമുക്ക് കുറച്ചും കൂടി ഫ്ലവേഴ്സ് വേണമല്ലേ? വി നീഡ് സം മോർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്ലവേഴ്സ് ആവശ്യമുണ്ട്. ലെറ്റ് സോർട്ട് ദ ഫ്ലവേഴ്സ് ഫസ്റ്റ് അല്ലേ? ആദ്യം നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. ലെറ്റ് സോർട്ട് ദ ഫ്ലവേഴ്സ് ഫസ്റ്റ്. ലെറ്റ് സോർട്ട് ദി ഫ്ലവേഴ്സ് ഫസ്റ്റ്. വേർ ആർ ദ യെല്ലോ ഫ്ലവേഴ്സ് വേർ ആർ ദി യെല്ലോ ഫ്ലവേഴ്സ് വേർ ആർ ദി യെല്ലോ ഫ്ലവേഴ്സ്. ലീവ് സം സ്പേസ് ഹിയർ ഇവിടെ കുറച്ച് സ്ഥലം വിടൂ അല്ലേ? ലീവ് സം സ്പേസ് ഹിയർ ഇവിടെ കുറച്ച് സ്ഥലം വിടൂ. ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് നമുക്ക് കുറച്ച് വെള്ളപ്പൂക്കൾ കൂടി ചേർക്കണോ? ഷാൾ വി ആഡ് സം വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ? നമുക്ക് കുറച്ച് വെള്ള ഫ്ലവേഴ്സ് കൂടി ഇവിടെ ചേർക്കണോ? ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി അല്ലേ? പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ദ പൂക്കളം ഈസ് ഓൾമോസ്റ്റ് റെഡി പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് ടൈമിൽ ഞാൻ എല്ലാ സെന്റൻസും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓണത്തിന്റെ ഇടയിൽ എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഈ ഓണത്തിന് നമുക്ക് എന്താണ് നമുക്കും കുറച്ചൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഓണം അടിപൊളിയാക്കാം അല്ലേ? നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും അല്ലേ? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വളരെയധികം ഈസിയായി മാറും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ സിമ്പിളായ ഇംഗ്ലീഷ് സെന്റൻസുകൾ പഠിക്കാനായിട്ട് ലേൺ ഇംഗ്ലീഷ് വിത്ത് ലിജിത എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹാപ്പി ഓണം ടു എവരി വൺ. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഹാപ്പി ഓണം ആഘോഷിക്കാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.